ചർച്ചകൾക്ക് വഴങ്ങാത്ത ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്നും ഹോർമൂസിലെ ഉപരോധം പിൻവലിക്കില്ലെന്നും അമേരിക്ക. എന്നാൽ വീണ്ടും ആക്രമണത്തിന് മുതിർന്നാൽ യുഎസിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. അതേസമയം യുഎസുമായുള്ള ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രസിഡന്റിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് ഇറാൻ സൈന്യത്തിന്റെ നിലപാടുകളാണ് പിന്തുടരുന്നതെന്നാണ് വിമർശനം. ഇതിനിടെ അരാഗ്ചിയെ പുറത്താക്കാൻ നീക്കം നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. 2 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുതിയ തർക്കങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ ഘട്ടം ഘട്ടമായുള്ള സമാധാനമാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ യുദ്ധം അവസാനിച്ചതിന് ശേഷം മാത്രമേ നടത്തൂ എന്ന ഇറാന്റെ നിലപാടാണ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സമാധാന ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ തന്നെ ആണവ നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് വാഷിംഗ്ടണിന്റെ ആവശ്യം. ആണവായുധങ്ങൾ കൈവശം വെക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. യുദ്ധത്തെ തുടർന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. പ്രതിദിനം 140 കപ്പലുകൾ വരെ കടന്നുപോയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കഷ്ടിച്ച് 7 കപ്പലുകൾ മാത്രമാണ് പോകുന്നത്. ഈ സംഘർഷാവസ്ഥയ്ക്കിടയിലാണ് റഷ്യൻ ശതകോടീശ്വരൻ അലക്സി മൊർദാഷോവിന്റെ നോഡ് എന്ന ആഡംബര കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്നത്.